ഹായ് ഓൾ. ഫെസ ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാഡഡ് ബ്രായിനെ കുറിച്ചാണ് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. പാഡഡ് ബ്രാ നോർമലി ഹെവി ബ്രസ്റ്റ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഇന്നും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സംശയത്തിൽ നിൽക്കുന്നതാണ്. ബ്രസ്റ്റ് ഉള്ളവർക്ക് എന്തിനാണ് ഒരു പാഡഡ് ബ്രായുടെ ആവശ്യം, അല്ലെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് കുറഞ്ഞവർക്ക് പോരെ, അല്ലെങ്കിൽ അത് ഇനി ബ്രസ്റ്റ് ഉള്ളവർക്കാകുമ്പോൾ പാഡഡ് ബ്രാ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെവി ബ്രസ്റ്റ് ആയിട്ട് തോന്നിക്കുവോ, കൂടുതലായിട്ട് തോന്നിക്കോ എന്നൊക്കെ നോർമലി എല്ലാവർക്കും ഉള്ള ഡൗട്ടുകൾ പെട്ട ഒരു കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞ പോയിന്റ്സുകൾ. പക്ഷെ ഇന്ന് നമുക്ക് മാർക്കറ്റിലെ അവൈലബിൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് കൂടിയവർക്കും നമുക്ക് പാഡഡ് യൂസ് ചെയ്യാവുന്ന രീതിക്കുള്ള മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം ലൈറ്റ് പാഡഡ് ഉണ്ട്, അതുപോലെ ബ്രസ്റ്റ് കുറഞ്ഞവർക്ക് ഈ പറഞ്ഞ ബ്രസ്റ്റ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പാഡഡ് ബ്രാസ് ഉണ്ട്. അതേപോലെ തന്നെ സാഗി ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ പുഷപ്പ് ചെയ്യുന്ന രീതിയിൽ താഴെ നിന്ന് ഒന്ന് പുഷ് ചെയ്ത് ഒന്ന് എന്താ നമ്മുടെ ബ്രസ്റ്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പുഷപ്പ് ബ്രാസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റ് കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കണം കുറവുള്ളവർക്ക്, അങ്ങനെയുള്ള പാഡഡ് ബ്രാസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല തരത്തിൽ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പല ഫാബ്രിക്കില് പല പാഡഡ് മെറ്റീരിയലില് ഇന്ന് പാഡഡ് ബ്രാസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ നോക്കുന്ന തരത്തിലുള്ള, അതായത് ഒരു സി കാർക്ക് ഒരു ഡി കാർക്ക് ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു പാഡഡ് ബ്രായുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നോർമലി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ബി കപ്പിനകത്ത് സി കപ്പിനകത്ത് ഡി കപ്പിനകത്ത് മാർക്കറ്റിൽ ഇന്ന് എല്ലാം ഓൾമോസ്റ്റ് നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു വലിയ ഒരു എന്താ ഒരു കൺസേൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിലുള്ളതാണ് കവറേജും കൂടെ കൂടുതൽ, അതിനകത്ത് കവറേജും കൂടെ കിട്ടുന്ന ഒരു പാഡഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു മോഡലാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. നമുക്ക് അതൊന്ന് മാനിക്യൂറിൽ ഇട്ടിട്ടുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതാണ് മാനിക്യൂറിൽ ഇട്ടിട്ടുള്ള വ്യൂ വരുന്നത്. അപ്പം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സി ഡി കപ്പുകളിൽ പാഡഡ് ബ്രാ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ്, അതായത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പാഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഹെവി ബ്രസ്റ്റ് എന്താ പറയാ തോന്നിക്കോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു ബ്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു ഡൗട്ട് നിൽക്കുന്നതായിരിക്കും, നമുക്ക് പാഡഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ ഗുണങ്ങൾ എന്നുള്ള, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഈ പാഡഡ് യൂസ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് നമുക്ക് സപ്പോർട്ട് കുറവ് എന്നുള്ളത് ഇല്ല കേട്ടോ. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും നമ്മളുടെ ബ്രസ്റ്റിന്റെ ഹെവിനെസ് അല്ലെങ്കിൽ ആ വെയിറ്റ്, ഞാൻ ഇത് കൂടുതലായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സി ഡി കപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇച്ചിരി ബ്രസ്റ്റ് ഉള്ളവരുടെ കുറിച്ചാട്ടോ ഞാൻ പറയുന്നത് മൊത്തം. അപ്പൊ ആ ബ്രസ്റ്റിന്റെ ആ ഒരു വെയിറ്റും കാര്യങ്ങളും ഈ ഒരു പാഡിൽ ഫുള്ളായിട്ടും അത് സ്പ്രെഡ് ആയിട്ട് നല്ല രീതിയിൽ ഒരു സപ്പോർട്ടും നമുക്ക് നല്ല രീതിയിൽ ഒരു ഷേപ്പ് കിട്ടും. അപ്പൊ ഒരു ഷേപ്പ് കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു കൺസേൺ നമുക്ക് ഉണ്ടാവും. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും നല്ലൊരു ഷേപ്പിൽ നല്ല രീതിയിൽ എന്താ ഒരു പ്രസന്റബിൾ ആയിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് പാഡഡ് യൂസ് ചെയ്തപ്പോൾ ഒരു ബ്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിലും പാഡഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഡഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിപ്പിൾ കൺസീലർ ആയിട്ട് നമുക്ക് വരികയാണ്. അപ്പൊ ഒരു ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നിപ്പിൾ കൺസീലർ നോർമൽ ഒരു ബ്രാ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിപ്പിളിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഈ പാഡഡ് യൂസ് ചെയ്യുന്നവർക്ക് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി പാഡഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു നിപ്പിൾ വിസിബിൾ ആവുമെന്നോ അല്ലെങ്കിൽ നിപ്പിൾ ആക്റ്റീവ് ആവുമെന്നുള്ള പേടിയോ കാര്യങ്ങളോ നമുക്ക് പാഡഡിനകത്ത് വരില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാഡഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ഷേപ്പ്ലെസ് ആയി പോവോ അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവും. നമുക്ക് അങ്ങനെ ഷേപ്പ്ലെസ്സും കാര്യങ്ങളൊന്നും ആവില്ല. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം സി ഡി കപ്പുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കവറേജ് കിട്ടുന്ന തരത്തിലുള്ള നല്ല ഒരു പാഡഡ് ആണോ, അതുപോലെ ലൈറ്റ് പാഡഡ് ആണോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മോഡലാണ് നമ്മൾ മാനിക്യൂറിൽ വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു വേറെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ ഒരു എലാസ്റ്റിക് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, ഇതിന്റെ ഞാൻ കാണിക്കാം, ഇതിനകത്ത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഓൾറെഡി ക്ലോത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് പോയിരിക്കുവാണ്. അപ്പൊ നമുക്ക് വേറെ
ഒരു എന്താ നമ്മൾ വേർക്കുമ്പോഴോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ ഒന്നും തന്നെ വരില്ല. കണ്ടോ, ഓൾറെഡി നമുക്ക് അതിങ്ങനെ ക്ലോത്ത് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ടീഷർട്ടിന്റെ കൂടെ നമുക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ, കാരണം ഈ ഒരു പോർഷനൊക്കെ നന്നായിട്ട് കവർ ചെയ്താണ് നമ്മുടെ ഈ ഒരു മേൽ പോർഷനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്താണ് നിൽക്കുന്നത്. ഇനി ബാക്ക് പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 ഹുക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് ഈ ഹുക്കിൽ കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ ഹുക്കിലും കിട്ടുന്നുണ്ട്. അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത്, ഇത് ഇട്ടിരിക്കുന്ന മാനിക്യൂൾ ഇട്ടിരിക്കുന്നത് സി കപ്പാട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 480 രൂപയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് 34 തൊട്ടിട്ട് 42 വരെ, നമ്മൾ 42 വരെ ഇല്ലേ എല്ലാ പാഡഡ് കമ്പനികളിലും പാഡഡിൽ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഷോപ്പിൽ 42 പാഡഡിൽ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓൺലൈനിൽ ചോദിക്കുന്ന കസ്റ്റമേഴ്സ് വിശ്വസിക്കുമോന്ന് അറിയത്തില്ല, പക്ഷെ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് 42 പാഡഡ് ബ്ര നമുക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാ കമ്പനികളിലും ചോദിക്കുമ്പോൾ 40 വരെയേ ഉള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ നോക്കി കിട്ടിയ ഒരു ബ്രാൻഡാണ് ഇത്. നമുക്ക് 42 വരേക്കും നമുക്ക് ഇത് അവൈലബിൾ ആണ്. പാഡഡ് ബ്ര CD കപ്പുകളിൽ നമുക്ക് അതേപോലെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ പ്രൈസും കാര്യങ്ങളും ഇതിനെ പറഞ്ഞു. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ, മെറ്റീരിയൽ വന്നിട്ട് സോഫ്റ്റ് മെറ്റീരിയൽ കോട്ടന്റെ ആണ്. അതിനകത്ത് നിങ്ങൾ നോക്കി അറിയാം ചെറിയൊരു ഗ്രെയിൻസ് കാണാം. അത് ഒരു എന്താ പറയുക, ഈ ക്ലോത്തിലായിട്ട് ഉള്ള ഒരു ഗ്രെയിൻസും കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ടെക്സ്ചർ കാര്യങ്ങൾ ഒക്കെ വരുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ ഈ ആഴ്ചയിലെ എപ്പോഴും നമ്മൾ ഓഫർ അനൗൺസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു തരുന്ന നവംബർ മാസത്തിൽ നമ്മൾ ഓരോരോ ഓഫർ ഇടുന്നു. അപ്പം എപ്പോഴും ഒരു ഓഫർ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ആയിരിക്കും കേട്ടോ ആ ഓഫർ ഉണ്ടാകുക. അപ്പോൾ ഈ ആഴ്ചയിലത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1299 പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ലൊരു അടിപൊളി ഒരു ലിപ് ബാം ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അത് നല്ല ബ്രാൻഡഡ് ആണ്. നമ്മൾ ഒരു നോർമൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്താ പറയുക ഒരു ലോ കോസ്റ്റിലുള്ളതൊന്നല്ല, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള 199 പ്രൈസിൽ വരുന്ന ഒരു ബ്രാൻഡഡ് ലിപ് ബാം ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന 1299 പർച്ചേസിന്. എനി പ്രോഡക്റ്റ് ആയിക്കോട്ടെ 1299 പർച്ചേസിന് വിത്തൗട്ട് അതായത് ഷിപ്പിംഗ് ചാർജ് കൂടാതെയാണ് 1299 വരേണ്ടത്. ഇനി നമ്മൾ CD കപ്പുകളിലുള്ളവർക്ക് വേണ്ടി പറഞ്ഞു. ഇനി അതേപോലെ തന്നെ B കപ്പുകളിലുള്ളവർക്കും ഇങ്ങനെ ഒരു മോഡലും കൂടെ ഉണ്ട് കേട്ടോ. അതായത് നല്ല കവറേജും കാര്യങ്ങളും കിട്ടുന്ന തരത്തിലുള്ള നല്ല ഷേപ്പ് തരുന്ന B കപ്പില് നല്ലതായിട്ട് ഷേപ്പിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആണ്. കാരണം നമുക്ക് അതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ട്രയൽ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞ് നമുക്ക് റിപ്പീറ്റ് ഓർഡറും നമുക്ക് ഇതിനൊരു കസ്റ്റമേഴ്സും ഉള്ളതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 450 റുപ്പീസ് ആണ്. ഇതും നമുക്ക് ഇതുപോലെ ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് നമുക്ക് ഇത് അറ്റാച്ച്ഡ് ആട്ടോ. അതായത് നിങ്ങളുടെ ആ ഒരു ബോക്സിനകത്ത് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റി ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ B കപ്പിനകത്തും അങ്ങനെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പറഞ്ഞേക്കുന്ന പാഡഡ് ബ്രയെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കമന്റ്സിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വേറെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്, സൈസ് അനുസരിച്ച് ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് പ്രൈസിനകത്തുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 36 സൈസ് ആട്ടോ ഞാൻ പറഞ്ഞ. അപ്പോൾ ഒരു 40 കഴിഞ്ഞ് വരുമ്പം CD കപ്പുകൾ ആയതുകൊണ്ട് തന്നെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അന്നേരം നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുന്നേ പ്രൈസും കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി. ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഒപ്പം സൈസും കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.